ആത്മാവിന് സന്തോഷിക്കാനുള്ള വിധിയാണ് വന്നിരിക്കുന്നത് എന്ന് കൂടിയായിരിക്കും ഒരുപക്ഷെ അവരൊക്കെ പ്രതികരിക്കുന്നുണ്ടാവുക. നിസ്സംഗതയോടെ വിധി കേട്ടുനിന്നു ഗ്രീഷ്മയും അമ്മാവനും. ഇത്രയും വലിയ ഒരു വിധിയിലേക്ക് പോകുമ്പോൾ ഞെട്ടിപ്പിക്കുന്ന ഈ കേസിൽ കേരളം പോലും ഒരുപക്ഷെ ഉറ്റുനോക്കിയ ആ കേസിൽ ഇങ്ങനെ ഒരു വിധിയിലേക്ക് പോകുമ്പോൾ നിസ്സംഗതയോടെ വിധി കേട്ടാണ് ഗ്രീഷ്മ നിന്നത് എന്നുള്ള വാക്കുകൾ കൂടി വരുന്നു. തൂക്കുകയറെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വിനോദ് നമ്മൾ ഒരുപക്ഷെ വിലയിരുത്തിയതാണ്. ആ വിലയിരുത്തലുകൾ പോലുമല്ല. അപർണ, മരണം വരെ തൂക്കിക്കൊല്ലണം, കുറ്റവാളിയെ മരണം വരെ തൂക്കാൻ വിധിച്ചുകൊണ്ട് ആ വിധി കുറിപ്പ് ജഡ്ജി എഴുതിയിരിക്കുന്നു, കോടതിയെ വായിച്ചിരിക്കുന്നു. കോടതി വരാന്തയിൽ വികാരനിർഭരമായ രംഗങ്ങളെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കൊടും ക്രൂരതയാണ് നടന്നതെന്ന് കോടതി ഓരോ വരിയിലും പറയുകയായിരുന്നു. വഞ്ചനയുടെയും ചതിയുടെയും സമീപനം, സ്വഭാവം അത് തുറന്നു കാട്ടിക്കൊണ്ടാണ് ഈ വിധിയുടെ ഓരോ വരിയും കോടതി മുറിയിൽ ജഡ്ജി വായിച്ചത്. പ്രണയത്തെ കൊലപ്പെടുത്തി എന്ന കാര്യം വരുമ്പോൾ കോടതിക്ക് മുറിക്ക് പുറത്ത് പൊട്ടിക്കരയുന്നു ഷാരോണിന്റെ ബന്ധുക്കൾ. നേരത്തെ ഗ്രീഷ്മയുടെ അമ്മയെ വെറുതെ വിട്ടപ്പോൾ ഷാരോൺ രാജിന്റെ അമ്മ പ്രതികരിച്ചത് കണ്ടതാണ്. അപ്പോഴും ഞങ്ങളിതാ കോടതി വിധിക്കൊപ്പം നിൽക്കുന്നു, ജുഡീഷ്യറിയുടെ തീരുമാനത്തിനൊപ്പം നിൽക്കുന്നു എന്ന് ഉറച്ചു പറയുകയായിരുന്നു ഷാരോണിന്റെ സഹോദരൻ. പൊട്ടിക്കരയുന്നു. ഞങ്ങൾ 10 ദിവസത്തിലേറെ വേദന സഹിച്ചുകൊണ്ട് മരിച്ച ഷാരോൺ രാജ, ഷാരോണിന്റെ ആത്മാവ് മുറിയിൽ നിന്ന് വിട്ടുപോയിട്ട് പോലുമില്ല എന്ന് വരെ ഷാരോണിന്റെ അമ്മ മാധ്യമങ്ങളോടൊക്കെ പ്രതികരിച്ചിരുന്നു. വളരെ തൃപ്തികരമാണ്. തീരുമാനമായ ജഡ്ജിക്ക് 1000 നന്ദി. എന്റെ പൊന്നുമോൻ, നിഷ്കളങ്കനായ എന്റെ പൊന്നുമോന്റെ നിലവിളി ദൈവം കേട്ട് ദൈവം തീരുമാനമായ ജഡ്ജിയിൽ ഇറങ്ങി വന്നു. ഒരു കാലത്തും ഈ അരുങ്കൊല പുറത്തു വരില്ലെന്ന വിശ്വാസത്തിൽ അടുത്ത വിവാഹം കഴിഞ്ഞ് സുഖമായി ജീവിക്കാമെന്ന് മനസ്സിൽ കരുതുക, എന്നിട്ട് ഒന്നും ചെയ്യാത്തതുപോലെ ഉരുണ്ട് കളിക്കുക. ഷാരോൺ ഗുരുതരാവസ്ഥയിലായ ശേഷം ഷാരോന്റെ സഹോദരൻ നിരന്തരം ഗ്രീഷ്മയെ വിളിച്ചു ചോദിച്ചു എന്ത് കഷായമാണ് ഷാരോണിന് കൊടുത്തത് എന്ന്. അപ്പോഴൊക്കെ കള്ളക്കണ്ണീര്, കള്ള ഭാഷയിൽ പലതും പറഞ്ഞ് ഗ്രീഷ്മ തടി തപ്പുകയായിരുന്നു. ഗ്രീഷ്മയുടെ പങ്കിനെ പറ്റി അന്ന് മനസ്സിൽ തോന്നിയ സംശയങ്ങൾ ഗ്രീഷ്മയോട് ഈ ഷാരോന്റെ സഹോദരൻ നിരന്തരം ചോദിച്ചിരുന്നു. പക്ഷേ ഒരു കൊടും ക്രിമിനലിന്റെ ഉരുണ്ടുകളി ഗ്രീഷ്മയുടെ വാക്കുകളിൽ വ്യക്തമായി. ഷാരോന്റെ സഹോദരനുമായുള്ള ഗ്രീഷ്മയുടെ സംഭാഷണം നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ കേൾക്കാം. ഞാൻ കഴിച്ചോണ്ടിരുന്നത് എനിക്ക് ഒരു പ്രശ്നവും അല്ലല്ല, എല്ലാവർക്കും ഒരു പ്രശ്നം വരൂല, മനസ്സിലായോ? എല്ലാരും ബോഡി ഒരേപോലെ അല്ലല്ലോ, സെൻസിറ്റിവിറ്റി വ്യത്യാസം ഉണ്ടല്ലോ. അപ്പൊ അത് ചിലർക്ക് വായിൽ അൾസറൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതറിയാനാണ് ചോദിച്ചത്. ചോദിച്ചപ്പോ പുള്ളി അല്ല ഡോക്ടർ എന്താ കോഴിക്കോടാണ് കോഴിക്കോട് എന്തോ ആണെന്നാണ് പറഞ്ഞത്. പുള്ളി വീട്ടിൽ വന്ന ഒരിക്കൽ വീട്ടിൽ വന്നായിരുന്നു. ഇവിടെ എന്തോ ആവശ്യത്തിന് വന്ന സമയത്താണ് ചേച്ചി വിളിച്ചോണ്ട് വന്നത്. ഒരിക്കൽ വീട്ടിൽ വന്ന് എന്നെ നോക്കിയിട്ട് പോയതാ. അപ്പോഴാണല്ലേ മരുന്ന് എഴുതിയത്? അപ്പോഴാണ് എഴുതിയത്. ഫുള്ള് കിഡ്നിയിലും ലിവറിലും ഇൻഫെക്ഷൻ ഉണ്ട്. അപ്പൊ അതിനിപ്പോ ഇത് എന്താണെന്ന് അറിയണം, അതിനുവേണ്ടിയാണ് നിങ്ങളടുത്ത് ചോദിച്ചത്. അപ്പൊ പുള്ളിയുടെ നമ്പരോ പ്രിസ്ക്രിപ്ഷനോ കിട്ടുമെങ്കിൽ അതൊന്ന് തന്ന വലിയ ഉപകാരമായിരുന്നു. അല്ലെങ്കിൽ കുപ്പിയുടെ പേര് നിങ്ങൾ കുപ്പി കഴുകി എന്തോ വെച്ചെന്ന് പറഞ്ഞില്ലേ, സ്റ്റിക്കർ എന്തോ കളഞ്ഞിട്ട് കഴുകി എന്തോ വെച്ചോ. അപ്പൊ അതിന്റെ അടപ്പിന്റെ ഫോട്ടോ ഒന്ന് എനിക്കൊന്ന് ഇപ്പൊ എടുത്തിട്ടൊന്ന് സജിന്റെ വാട്സാപ്പിൽ ഒന്ന് അയച്ചാൽ മതി. ഫാർമസി എന്ന് പറഞ്ഞ കുപ്പി ആകുമ്പോഴത്തേക്കും അടപ്പിൽ ലേബൽ ഉണ്ടാവും, അല്ലാതെ പറ്റൂലല്ലോ. ഞാൻ ഇതല്ലേ ആയുർവേദ ഡോക്ടറല്ലേ, എനിക്കറിയാലോ. ഫുൾ ബോട്ടിലല്ല തന്നത്, എനിക്ക് പകുതിയോളം ഒഴിച്ചാണ് തന്നത്. അല്ല പിന്നെ സ്റ്റിക്കർ ഇളക്കി കളഞ്ഞെന്ന് പറഞ്ഞു. അവിടെ പിന്നെ ലേബിളൊന്നും ഇല്ല. ഷജിനൊക്കെ പറഞ്ഞ ദിവസം ഞാൻ ഓടിപ്പോയി അതിനെടുത്ത് നോക്കി. മേ ബി അതിൽ എഴുതിയിട്ടുള്ള നെയിം ഒന്നും ഞാൻ നോക്കിയിട്ടില്ല. പതിവ്.
സ്റ്റിക്കർ ഉണ്ടായിരുന്നു. അത് പക്ഷെ അത് ഏത് സ്റ്റിക്കർ ആണെന്നും എനിക്ക് അറിഞ്ഞൂടാ. അമ്മ എനിക്ക് ഒഴിച്ചു തരാറാണ് പതിവ്. എന്റെ കയ്യിലൊന്നും തരില്ല മെഡിസിൻസ് ഒന്നും. എന്തെങ്കിലും ഒരു ക്ലൂ അതിൽ നിന്ന് കിട്ടുമെങ്കിൽ എടുത്ത് അയക്കാൻ വേണ്ടി ഞാൻ പോയി നോക്കിയിട്ടാണ് ഞാൻ വന്ന് പറഞ്ഞത്, ഇങ്ങനെ കഴുകിയെല്ലാം എടുത്ത് മാറ്റിയിടാ, ഇതിലൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട്. ഗ്രീഷ്മ കൊടുത്ത വിഷം കഴിച്ച് ഷാരോൺ ജീവനോട് മല്ലിടുന്ന സമയത്താണ്, ആശുപത്രിയിൽ മല്ലിട്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഷാരോണിന്റെ സഹോദരൻ ഗ്രീഷ്മയെ വിളിച്ച് ആ കഷായത്തെ പറ്റി ചോദിച്ചത്. അപ്പോഴും അഭിനയിക്കുകയായിരുന്നു ഗ്രീഷ്മ. ആ വാക്കുകളാണ് കേട്ടത്. കൊടും ചതിയാണ് സുഹൃത്തായ ഷാരോണിനോട് ഗ്രീഷ്മ ചെയ്തത്. ഷാരോൺ ICUവിൽ അഡ്മിറ്റ് ആയതിനു ശേഷം ഗ്രീഷ്മ ഷാരോണിന്റെ സുഹൃത്തിനയച്ച വോയിസ് നോട്ടാണിത്. ആരും ചോദിക്കട്ടെ, നീ എന്താ ഉദ്ദേശിക്കുന്നത്? ഞാൻ എന്തെങ്കിലും ചെയ്തു എന്നാണോ? നീ ഇങ്ങനെ ഓർത്ത് നോക്കോ, ഒന്ന് ആലോചിച്ച് നോക്കോ, എന്തായാലും കുഴപ്പമില്ല എന്നൊക്കെ പറയുന്ന കേൾക്കുമ്പോ എനിക്ക് തന്നെ എന്തോ പോലെ തോന്നുന്നു. എടാ, ഞാൻ കഴിച്ച സാധനത്തിനാണ് ഞാൻ കൊടുത്തത്. അതിനപ്പുറം എനിക്കൊന്നും അറിഞ്ഞുകൂടാ. ഞാൻ ഒന്നും അതിന് കലപ്പിയിട്ടൊന്നും ഇല്ല. എനിക്ക് അയാളെ കൊന്നിട്ട് എനിക്ക് എന്തോന്ന് കിട്ടാന്. ചാട്ടനൊക്കെ വന്നു. പക്ഷെ ചാട്ടൻ്റെ അടുത്തൊന്നും പറയാൻ പറ്റൂലല്ലേ, ഇതേപോലെ കഷായം കുടിച്ചാൽ. ഞാൻ വീട്ടിൽ പറഞ്ഞ ഒരു മറ്റേ നമ്മൾ അന്ന് കുടിച്ചില്ല, ഒരു എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞത്, ഒരു കയ്പുള്ള മായ നമ്മളന്ന് കുടിച്ചിട്ടില്ല, അതേപോലത്തെ ഒരു സാധനം കുടിച്ചെന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ അത് കുടിച്ചതൊട്ട് ഛർദ്ദിൽ തുടങ്ങിയെന്നാണ് ഞാൻ വീട്ടിൽ പറഞ്ഞത്. പക്ഷെ എനിക്കും ഈ ജ്യൂസിന് എന്തോ ഡൗട്ട് തോന്നുന്നു. അതൊരു നോർമൽ ടേസ്റ്റ് ആയിരുന്നാ? കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാൻ അതും റിയാക്ട് ആയതാണോ എന്തോ. തൊണ്ടയൊക്കെ പൊള്ളിക്കിടക്കുന്ന ഒരവസ്ഥയിലും ഗ്രീഷ്മയെ ഒരു തരത്തിലും ഷാരോൺ സംശയിച്ചിരുന്നില്ല. ആ ഫോൺ സംഭാഷണമാണ് നമ്മൾ കേട്ടത്. ഇത് പറഞ്ഞ് ദിവസങ്ങൾക്കകം ഷാരോൺ മരിച്ചു. അതും കഴിഞ്ഞ് ദിവസങ്ങൾക്ക് ശേഷം, കൃത്യമായി പറഞ്ഞാൽ ഇന്നലെ, ഇതേ ഗ്രീഷ്മ കഷായത്തിൽ കീടനാശിനി കലർത്തി ഷാരോണിന് നൽകിയെന്ന് ക്രൈംബ്രാഞ്ചിനോട് സമ്മതിച്ചു. ഷാരോണിന് അണുനാശിനി കലക്കിക്കൊടുത്ത് ഇത്രയും ദിവസങ്ങളിലും പോലീസിന് മുന്നിലും ഷാരോണിന്റെ വീട്ടുകാരോടും, എന്തിന് ഷാരോണിനോട് പോലും ഒന്നും താൻ ചെയ്തിട്ടില്ല എന്ന മട്ടിൽ ഗ്രീഷ്മ നിന്നു. ചാറ്റുകൾ, വോയിസ് നോട്ടുകൾ എല്ലാം തെളിവ്. ഗ്രീഷ്മ പ്ലാൻ ചെയ്ത് ഒരു കൊല ചെയ്തു എന്നത് മാത്രമല്ല, അത് മറച്ചുവെക്കാൻ അതിവിദഗ്ധമായി കളവുകൾ നിരത്തി. 8 മണിക്കൂർ നീണ്ട ക്രൈംബ്രാഞ്ചിന്റെ ചോദ്യം ചെയ്യലിനൊടുവിലാണ് വഴിയില്ലാതെ ഗ്രീഷ്മ കുറ്റം സമ്മതിച്ചത്. ഒക്ടോബർ 14 ഗ്രീഷ്മ ഷാരോണിനെ വീട്ടിലേക്ക് വിളിച്ചു. പ്രോജക്ട് റിപ്പോർട്ട് വാങ്ങാനെന്ന പേരിൽ ഷാരോണും സുഹൃത്തും എത്തി. ഷാരോണിന് കഷായവും കയ്പ് മാറാനായി ജ്യൂസും ഗ്രീഷ്മ കൊടുത്തു. ഷാരോൺ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നത് തന്നെ ഛർദ്ദിച്ചുകൊണ്ടാണ്. ഗ്രീൻ കളറിലാണ് താൻ ഛർദ്ദിച്ചതെന്ന് ഷാരോൺ ഗ്രീഷ്മയോട് പറയുമ്പോൾ, മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മരുന്ന് വാങ്ങി കഴിക്കാനാണ് ഗ്രീഷ്മ മറുപടി പറഞ്ഞത്. കഷായം ആ കളറിലായതുകൊണ്ട് അങ്ങനെ ഛർദ്ദിച്ചത്. സോറി ഇച്ചായ, ഞാൻ കാരണമല്ലേ. ഇതിന് വീട്ടിലറിയുമ്പോ ഗ്രീഷ്മ ഷാരോണിനോട് പറഞ്ഞത് ഇങ്ങനെയൊക്കെയാണ്. കഷായത്തിന്റെ പ്രശ്നമാണിതെന്ന് ഷാരോണിനെയും മറ്റുള്ളവരെയും വിശ്വസിപ്പിക്കാനായി ഗ്രീഷ്മ പലതും പറയുന്നുണ്ട്. ഞാനും ആദ്യം കുടിച്ചിരുന്നു, എനിക്കും ആദ്യം വോമിറ്റിംഗ് ആയിരുന്നു, ഇതൊക്കെയും ഗ്രീഷ്മ പറയുന്നുണ്ട്. പിന്നെയോ ഒരു കെട്ടുകഥയും. അമ്മയെ കൊണ്ടുവിട്ട ഓട്ടോ ചേട്ടന് കൊടുത്തു, അയാൾക്ക് വയ്യാതെ വന്നെന്ന് മാമൻ പറഞ്ഞു എന്ന്. കഷായം എന്തെന്നറിയാൻ ഷാരോൺ ചോദിക്കുമ്പോൾ അത് ഉണ്ടാക്കുന്നതാണെന്ന് പറഞ്ഞു. കഷായക്കുപ്പി കഴുകിക്കളഞ്ഞെന്നും ആക്രിക്ക് കൊടുത്തെന്നും അമ്മ ഗ്ലാസ്സിൽ ഒഴിച്ചു വെച്ചതാണ് ഷാരോണിന് കൊടുത്തതെന്നും അങ്ങനെ ഒഴുക്കൻ ന്യായങ്ങൾ മാത്രം. അങ്കിൾ, ഞാനൊന്നും ചെയ്തിട്ടില്ല. എന്റെ നെറ്റിയില് കുങ്കുമം വെച്ചയാളാ. അയാൾക്ക് എന്തെങ്കിലും പറ്റണമെന്ന് ഞാൻ കരുതുവും. എന്റെ ദോഷത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ കള്ളമാണെന്ന് തെളിയിച്ചു തരാമെന്ന് പറഞ്ഞു. ഒറ്റയ്ക്കല്ല, കൂട്ടുകാരന്റെ കൂടെയാ വന്നത്. ഇങ്ങനെയുള്ളപ്പോ ഞാൻ എന്തെങ്കിലും ചെയ്യൂ? അങ്ങനെ എന്തെങ്കിലും ചെയ്യാനാണെങ്കിൽ നേരത്തെ പറ്റുമായിരുന്നു. എനിക്കുള്ള വിഷമം എന്താണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. ഒന്ന് കരയാൻ പറ്റുന്നില്ല. ഷാരോണിന്റെ അച്ഛന് ഗ്രീഷ്മ അയച്ച മെസ്സേജുകൾ ഇങ്ങനെ: ഷാരോൺ രാജ് മരിച്ച ദിവസം പോലീസ് ഗ്രീഷ്മയുടെ വീട്ടിൽ പോയി മൊഴിയെടുത്തു. അവിടെയും ഗ്രീഷ്മ പതറിയില്ല. കേസ് ആദ്യം അന്വേഷിച്ച പാറശാല സ്റ്റേഷനിലെ പ്രിൻസിപ്പൽ SI പറഞ്ഞത് ഗ്രീഷ്മയ്ക്ക് ഇത്തരമൊരു കൃത്യം ചെയ്യാനാകില്ല എന്നാണ്. ഗ്രീഷ്മയുടെ ഫോണും ചാറ്റുകളും തന്നെ പിന്നീട് യഥാർത്ഥ ഗ്രീഷ്മയെ തുറന്നു കാട്ടിയെന്ന് വേണം പറയാൻ. ഗ്രീഷ്മ ക്രിമിനൽ തന്നെയെന്ന് ക്രൈംബ്രാഞ്ചിന് മനസ്സിലാക്കാൻ ഇത്രയൊക്കെ ധാരാളമായിരുന്നു. പ്ലാൻ ചെയ്തു വരുത്തി കൃത്യം നടത്തി. ഏതായാലും ഏറ്റവും അടുത്ത ഒരു അയൽവാസിയോട് ഈ വിവാഹ നിശ്ചയത്തിനെ കുറിച്ചൊക്കെ ഗ്രീഷ്മയുടെ അമ്മ പറഞ്ഞിരുന്നു. ആ പറഞ്ഞത് ഇങ്ങനെയാണ്:
വാർത്ത അറിഞ്ഞപ്പോഴും നമുക്കും ഒരു ഞെട്ടൽ തന്നെ. ഇത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഒന്നും അറിഞ്ഞൂടാ. അതുവരേക്ക് ഒന്നുമില്ലായിരുന്നു. സംസാരിക്കുന്നു, നല്ല പഠിക്കുന്ന കൊച്ചു. ഈ അമ്മ എപ്പോഴെങ്കിലും ഈ ഒരു പ്രശ്നം പറഞ്ഞിരുന്നോ? ഇല്ല ഇതുവരെയും പറഞ്ഞിരുന്നതുമില്ല, ഒന്നും അറിയാനും. ഈ ആർമിക്കാരനുമായിട്ടൊരു വിവാഹ നിശ്ചയം കഴിഞ്ഞല്ലോ, അപ്പൊ അതിന് വിളിക്കുകയൊക്കെ ചെയ്തു നിങ്ങളെ? ഇല്ല, വിളിച്ചില്ല. അവര് ഏറ്റവും കുടുംബ ബന്ധുക്കളെയാണ് വിളിച്ചത്. അല്ലാതെ എല്ലാ ആവശ്യങ്ങൾക്കും വിളിക്കുന്നുണ്ട്. ഇല്ല, ഇപ്പോഴ് അവര് ഏറ്റവും കുടുംബ ബന്ധുക്കളെ മാത്രമാണ് വിളിച്ചിട്ടുള്ളത്. പറഞ്ഞു ഇങ്ങനെ. അതിന് 2-3 ദിവസത്തിന് മുൻപ് എൻ്റെ അടുത്ത് പറഞ്ഞ് ഇങ്ങനെയാണ്. പിന്നെ ഒരു വീട്ടിൽ വിളിച്ച പിന്നെ തുടരെ എല്ലാ അടുത്ത വീടുകൾ വിളിക്കുന്നു. അതായത് നമ്മൾ കുറച്ച് പേരെയാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞു. അത് വിളിക്കും. തമിഴ്നാട് സ്വദേശി സൈനികന്റെ വിവാഹ ആലോചന ഈ ഗ്രീഷ്മയ്ക്ക് എത്തുന്നത് ഒരു ബ്രോക്കർ വഴിയാണ്. ഗ്രീഷ്മയ്ക്ക് 22 വയസ്സായി, നല്ല പഠിക്കും. പക്ഷെ എന്നിരുന്നാലും ഈ സമയത്തിന് വിവാഹം കഴിക്കണമെന്ന ഗ്രീഷ്മയുടെ അമ്മയുടെ ഒരേ വാശി. അതിനാലാണ് ബ്രോക്കറോട് ഈ വിവരം അറിയിച്ചത്. തുടർന്ന് അങ്ങ് തമിഴ്നാട്ടിൽ നിന്ന് തന്നെയാണ് സൈനികന്റെ ഒരു വിവാഹാലോചന വന്നത്. അപ്പോഴൊന്നും തന്നെ ഒരു കാര്യവും പറഞ്ഞിരുന്നില്ല. അതായത് തനിക്ക് വിവാഹം വേണ്ടെന്നോ, വിവാഹം ഇപ്പോൾ വേണ്ട, എനിക്ക് ഷാരോണിനെ മതിയെന്നോ ഒന്നും ഗ്രീഷ്മ അമ്മയോടോ മറ്റ് ബന്ധുക്കളോടോ പറഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ വിവാഹാലോചനയുമായി ബന്ധുക്കളും ബ്രോക്കറും മുന്നോട്ട് പോവുകയായിരുന്നു. തമിഴ്നാട്ടിലെ ഒരു ഉന്നത കുലത്തിൽപ്പെട്ടതും സാമ്പത്തികമായി മുന്നിൽ നിൽക്കുന്നതുമായിരുന്നു ഈ സൈനികന്റെ കുടുംബം. അതുകൊണ്ട് തന്നെ ഗ്രീഷ്മയുടെ വീട്ടുകാർ മറ്റൊന്നും നോക്കിയില്ല, കണ്ണും പൂട്ടി സൈനികന്റെ വിവാഹത്തിന് സമ്മതിക്കുകയായിരുന്നു. ഗ്രീഷ്മയുടെ നിന്നും ഒരു പിന്മാറ്റമോ ഒന്നുമില്ലാത്തതും വിവാഹാലോചന മുന്നോട്ട് പോയി അത് വിവാഹ നിശ്ചയത്തിലേക്ക് എത്താൻ ഒരു കാരണമാവുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റ് വീട്ടുകാരോടൊന്നും പറയാതെ, അതായത് ഏറ്റവും അടുത്ത ബന്ധുക്കളോട് മാത്രം പറഞ്ഞ് പരിസരവാസികളോടൊന്നും പറയാതെ ഈ സൈനികന്റെ വിവാഹാലോചനയുമായി വീട്ടുകാർ മുന്നോട്ട് പോവുകയും കഴിഞ്ഞ മാസം അല്ലെങ്കിൽ കുറച്ച് മാസം മുൻപ് വിവാഹ നിശ്ചയം ഉറപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അന്ന് വിവാഹ നിശ്ചയ ദിവസം ഗ്രീഷ്മ പതിവിൽക്കാൾ വളരെ സന്തോഷത്തിലായിരുന്നെന്നും കണ്ണും പൂട്ടി എനിക്ക് ഈ വിവാഹത്തിന് സമ്മതമായിരുന്നുവെന്ന് ഈ സൈനികന്റെ അമ്മയോട് തുറന്നു പറയുകയും വിവാഹം എപ്പോൾ വേണമെന്ന് ചോദിച്ചപ്പോൾ ഉടനെ തന്നെ ആയിക്കോട്ടെ എന്നായിരുന്നു ഗ്രീഷ്മ പറഞ്ഞ മറുപടി എന്നായിരുന്നു ഇപ്പോൾ ഏറ്റവും അടുത്ത ബന്ധു, അതായത് ഈ സൈനികന്റെ ഏറ്റവും അടുത്ത ബന്ധു പറയുന്നത്. ഈ ഗ്രീഷ്മ പ്രതിയാണ് എന്ന് അറിയുന്നതിന് മുൻപ് തന്നെ ഏതായാലും ഈ സൈനികന്റെ ബന്ധുക്കൾ ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറുകയാണെന്ന് ഗ്രീഷ്മയുടെ ബന്ധുക്കളെ അറിയിച്ചതായും ഈ ബന്ധു ഇപ്പോൾ പറയുന്നുണ്ട്. ഷാരോൺ വധക്കേസിൽ അന്വേഷണ സംഘത്തിന് കോടതിയുടെ പ്രശംസ. ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിക്കുക മാത്രമല്ല, ഈ കുറ്റകൃത്യത്തിലേക്ക് ഓരോന്നായിട്ട് കണക്ട് ചെയ്യുന്നതിലും പോലീസ് വിജയിച്ചു. അത് ക്രിമിനൽ ആയിട്ടുള്ള ഒരു വ്യക്തി വളരെ പ്ലാൻഡ് ആയിട്ട് ഒരു ക്രൈം ചെയ്യുന്ന അതേ ആസൂത്രിതമായിട്ട് തന്നെയാണ് ഈ പെൺകുട്ടി ചെയ്തത്. മാതൃകാപരമായ ശിക്ഷയെന്നും പ്രതിയുടെ ക്രൂരകൃത്യം വിചാരണ കോടതിക്ക് ബോധ്യപ്പെടുത്താൻ കൂട്ടായ ശ്രമത്തിലൂടെ സാധിച്ചെന്നും സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് VS വിനീത് കുമാർ പറഞ്ഞു. ഈ കേസിനകത്ത് വളരെ എൻ്റെ പ്രോസിക്യൂഷൻ ഔദ്യോഗിക ജീവിതത്തിലെ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ ഒരു കേസായിരുന്നു. വളരെ സന്തോഷമുണ്ട് ഈ ഷാരോൺ രാജിന്റെ കുടുംബത്തിന് ഒരു നീതി കിട്ടി എന്നുള്ളത്. കേരള പോലീസിന് തീർച്ചയായിട്ടും വലിയൊരു അഭിമാനകരമായിട്ടുള്ള ഒരു അപ്രീസിയേഷനാണ് ഓപ്പൺ കോടതിയിൽ ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞത്. മരണക്കിടക്കയിലും ഷാരോൺ ഗ്രീഷ്മയെ വിശ്വസിച്ചു. പക്ഷേ ഗ്രീഷ്മ ചതിച്ചു. ഒടുക്കം ഷാരോണിന് നീതി. ഈ വിധിക്കെതിരെ അപ്പീൽ പോകുമെന്നാണ് ഇപ്പോൾ പ്രതിഭാഗം പറയുന്നത്.